ഹരിയേട്ടനാണല്ലോ. ഹരിയേട്ടാ ഉറങ്ങുന്ന ഞാനാ സാമിയല്ലേ ഹരിയേട്ടാ? കുളിച്ചിട്ട് വരുന്നേ. എന്തേനു എനിക്ക് ഒരാൾക്കുള്ള ഭക്ഷണം കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? ഭക്ഷണ ആയിരിക്ക സവിതേച്ചിക്ക ഓർന്ന് ഉണ്ടാക്കലൊന്നുമില്ല രാവിലെ? മോള് ഗർഭിണിയാടാ, അതുകൊണ്ടാ. അതപ്പോ ഇതെല്ലാം ചെലവ് വേണം കേട്ടോ. നിങ്ങള് ഇങ്ങനെ പറയാണ്ട് ഒപ്പിച്ചതല്ലേ? 5-8 കൊല്ലം കാത്തിരുന്ന് ആയില്ലടാ. ശരിയാ ഹരിയേട്ടാ, നിങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് 5-8 കൊല്ലായില്ലേ? ഇപ്പൊ നിങ്ങൾക്കാട്ട് കൂടി സന്തോഷമാണ്. നമ്മളെന്തേ ദൈവത്തിനോട് ദിവസവും പറയുന്നത് നിങ്ങളെ കാര്യോ? നിങ്ങളോട് വേഗം കഴിക്കാൻ പറയണേ, കുറച്ച് കഴിഞ്ഞാൽ ഒക്കെ കഴിക്കാൻ പറ്റൂല, അതുകൊണ്ടാ ഞാൻ പറയുന്നല്ലേ. സവിതേച്ചേ, നിങ്ങൾ ആരോടും പറയാണ്ട് ഒളിപ്പിച്ചു വെച്ചതല്ലേ? അരിയേട്ടൻ ഭക്ഷണം തരാൻ വേണ്ടി പറഞ്ഞു. ആയിക്കോട്ടെ. കുറച്ച് ലേറ്റ് ആണെന്ന് പറഞ്ഞു, വേഗം കഴിക്കാൻ പറഞ്ഞേ. ഞാൻ പോട്ടെ. എന്നാ ശരി. അരിയേട്ടൻ താഴോട്ടെല്ലാം വീട് എടുക്കണമെന്ന് പറഞ്ഞില്ലല്ലോ. ഒന്നും ആയിട്ടില്ല ഓളി. ഇതെത്ര കാലം ഒന്ന് വെച്ചിട്ട് ഇയാൾ ഈ കൊന്നു കയറിയ. എടാ, നമ്മുടെ ഹരിയേട്ടൻ പോയി. എവിടെ പോയി? നിങ്ങൾ തമ്മിലുള്ള ബന്ധമെല്ലാം എനിക്കറിയാം. ഇന്നലെ രാത്രി ആക്സിഡന്റിലാണ് മരണപ്പെട്ട്. നമ്മളെ സനലുണ്ടല്ലോ, സനൽ ഇന്നലെ രാത്രി ബോഡിക്ക് ആവല. അവനെല്ലാം ഇങ്ങോട്ട് വരുന്നുണ്ട്. അറിയില്ലടാ. നിങ്ങളിപ്പോ അങ്ങോട്ട് പോണ്ട. ഒരു ഗർഭിണിയാന്നാ പറയാനിട്ട് കുറച്ച് പെണ്ണുങ്ങളെ വിളിക്കണ്ടേ? എനിക്ക് തോന്നലാവും. എടാ, നീ ഓളോട് വേഗം ഭക്ഷണം കഴിക്കാൻ പറയണം. ചെറുപ്പക്കാരത്തിനെ ഒറ്റക്കാക്കിട്ടാവും രാത്രി പണിക്കുപോയി. എന്നിട്ടിപ്പോ മരിച്ചുപോയി പോലും. ഇന്ന് രാവിലെ എന്നെ വിളിച്ചോനാ ഇന്നലെ രാത്രി മരിക്കുന്നു. എന്തെങ്കിലും എനിക്ക് പറഞ്ഞുവിടില്ല. ഓറ് തമ്മിൽ ചെറുപ്പത്തിലേ അങ്ങനെയുള്ള ബന്ധല്ലേ?